ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ടാണ് വരുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനിലെ പ്രസിദ്ധമായ സ്കൂളുകൾ അവരുടെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതെ. 1573 ബാർനെറ്റിൽ സ്ഥാപിക്കപ്പെട്ടൊരു ഇതുണ്ട്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ സ്കൂൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. എലിസബത്തിൻ്റെ സ്കൂൾ എന്നാണ് പറഞ്ഞിരുന്നത്. അവർ അവരുടെ പുതിയൊരു ശാഖ ഡൽഹിയിൽ ആരംഭിച്ചു. വേറൊരെണ്ണം ബാംഗ്ലൂർ തുടങ്ങാൻ പോകുന്നു. പിന്നെ ഇത് ഹാരോ ഇൻ്റർനാഷണൽ സ്കൂൾ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞു. ഈ ഹാരോ ഇൻ്റർനാഷണൽ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിദ്യാഭ്യാസം ചെയ്തത്. അങ്ങനൊരു ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, കാർസിലനോ പാസ്കോ എന്നാണ് അതിൻ്റെ തലവൻ്റെ പേര്, ഈ സ്ഥാപനത്തിൻ്റെ. അയാൾ പറയണത്, ഞങ്ങൾ സർവകലാശാലകൾക്ക് വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടി കുട്ടികളെ സജ്ജരാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഇതുമായിട്ടാണ് വരുന്നത്. പൂനെയിൽ വെല്ലിംഗ്ടൺ കോളേജ് തുടങ്ങി, ഭോപ്പാൽ, അങ്ങനെ വിവിധ നഗരങ്ങളിൽ ഈ ബ്രിട്ടൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാര്യം. ബ്രിട്ടൻ തുടങ്ങിയതാണ് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ലോർഡ് മെക്കോളെ തുടങ്ങിയതാണ്. ലോർഡ് മെക്കോളെ അത് തുടങ്ങാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, മെക്കോളെയൊരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും പിന്നെ ഈ മതം, സാഹിത്യം, തത്വചിന്ത, ഇങ്ങനെ തുടങ്ങി സംഗീതം, എല്ലാത്തിൻ്റെയും പരമപവിത്രമായ കേന്ദ്രം യൂറോപ്പാണ്. യൂറോപ്പിൻ്റേതല്ലാത്ത എല്ലാ വിജ്ഞാന ശാഖകളും അധമമാണ്. അത് പരിഗണിക്കത്തക്കതല്ല. ട്രിവിയൽ എന്നുള്ള വാക്കാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. ട്രിവിയലാണ്, ചവറാണെന്നർത്ഥം. അപ്പോൾ എന്തു ചെയ്യണം? അപ്പം ഏറ്റവും മികവുറ്റ യൂറോപ്പിൻ്റെ വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ ചവറ് തള്ളിക്കളയണം. ഇതിനു വേണ്ടിയാണ് മെക്കോളെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ഥാപിച്ചത്. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ മെക്കോളെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലൂടെ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ കാഴ്ചയിൽ ഇന്ത്യക്കാരായിരിക്കുമെങ്കിലും അവരുടെ അഭിരുചിയിലും പെരുമാറ്റത്തിലും വിശ്വാസത്തിലുമൊക്കെ അവർ യൂറോപ്യന്മാരായിരിക്കും എന്നാണ്. ഈ സങ്കല്പം തെറ്റിയില്ല എന്നെനിക്ക് ബോധ്യമായതെപ്പോഴാണെന്ന് വെച്ചാൽ, ഇന്ത്യ ഭരിക്കുന്ന അവസാനത്തെ യൂറോപ്യൻ താനായിരിക്കും എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്കല്ല ഇന്ത്യ ഭരിച്ചത്, ഒരു ബ്രിട്ടീഷുകാരൻ എങ്ങനെ ഇന്ത്യ ഭരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം പരീക്ഷിച്ചറിഞ്ഞ കാര്യം. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തിരിച്ചു വരികയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ബ്രിട്ടൻ്റെ ആധിപത്യം വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സാമൂഹിക ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും അതിനെ മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിശേഷിച്ചും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആൾ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതിയ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി എഴുതിയ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലാണ് യൂറോ കേന്ദ്രീകൃതമായ വിജ്ഞാന മേഖലയുടെ അപകടം ആദ്യമായി ചൂണ്ടിക്കാണിച്ചത്. വേറെ ആരും നെഹ്റു അതിന് അനുകൂലമായിരുന്നു, ഗാന്ധി എതിരുമായിരുന്നു. ഗാന്ധിയുടെ വാദം ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും അതിൻ്റെ ഒരു വിജ്ഞാന സങ്കേതങ്ങളുമുണ്ട്, അത് മറ്റ് ലോകത്തിലുള്ള ഏത് വിജ്ഞാനത്തേക്കാൾ ചെറുതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനേക്കാൾ വലുതല്ല ലോകത്തിലുള്ള മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും എന്ന് പറയുകയും ചെയ്തു.
നമുക്ക് നമ്മുടേതായ ഒരു വിജ്ഞാനമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ജീവിത പശ്ചാത്തലമുണ്ട്. ആ ജീവിത പശ്ചാത്തലത്തെയും വിജ്ഞാനത്തെയും പ്രഘോഷിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വിദ്യാലയ സങ്കല്പം ഉണ്ടാകണം. ഇതായിരുന്നു ഗാന്ധിയുടെ വാദം. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്, എഡ്യൂക്കേഷൻ ത്രൂ ജോബ് എന്നാണ് പറഞ്ഞത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമല്ല, തൊഴിലിലൂടെയുള്ള വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്ക് ഏത് തൊഴിലിലൂടെയും വിദ്യ അഭ്യസിക്കാൻ ഉപയുക്തമാക്കാം തൊഴിലിന് എന്നാണ് ഗാന്ധി പറഞ്ഞത്. യൂറോപ്പ് അങ്ങനെയല്ല പറഞ്ഞ, യു മസ്റ്റ് ഹാവ് ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് ഏത് വിദ്യാഭ്യാസമാണ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നത് അതിൻ്റെ പിന്നാലെ ആളുകൾ പാഞ്ഞു പോകും. ഇപ്പോൾ എല്ലാവരും ഒരു ഘട്ടത്തിൽ പോയത് എൻജിനീയറിങ്ങിനാണ്, ബിടെക്കിനാണ്, ജോബ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലിരിക്കുമ്പോൾ അവസാനം നടത്തിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ലിസ്റ്റിൽ കയറിയവരിൽ ഒരു 80% പേരും ബിടെക്കുകാരായിരുന്നു. 4 വർഷത്തെ ബിടെക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവർ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം അവർ പഠിച്ചൊരു തൊഴിലല്ല അവരിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പഠിച്ച തൊഴിലും അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ അവരുടെ സംഭാവനകളൊന്നും വരുന്നില്ല എന്നർത്ഥം. അതാണ് ഈ ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധി അതല്ല പറഞ്ഞ, തൊഴിലിലൂടെയുള്ള വിദ്യാഭ്യാസമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിദ്യാലയങ്ങളിലെ അക്കാഡമിക് കണ്ടൻറ്റ് എന്തായിരിക്കും, പാഠ്യവിഷയങ്ങളും അത് പഠിപ്പിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ എന്തായിരിക്കും. ഇന്ത്യക്ക് നിയന്ത്രണം ഉണ്ടാവും അതിൽ. ഇന്ത്യക്ക് നിയന്ത്രണം വേണം. നിയന്ത്രണമില്ലെങ്കിൽ അത് അപകടം ചെയ്യും. കാരണം നമ്മുടെ ചരിത്രം, നമ്മുടെ സാഹിത്യം, നമ്മുടെ തത്വചിന്ത, നമ്മുടെ സാമൂഹിക ശാസ്ത്രം, നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ, നമ്മുടെ മതബോധം, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കണം, അവരെവിടെ നിന്ന് ഏത് സ്കൂളിൽ പഠിച്ചാലും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അക്കാഡമിക് കണ്ടൻറ്റിൽ, ഈ സ്ഥാപനങ്ങളിലെ അക്കാഡമിക് കണ്ടൻറ്റിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് വേണം എന്നുള്ളതാണ്. ഈ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ രീതി ആവുമ്പോൾ അവരുടേതനുസരിച്ചായിരിക്കത്തില്ലേ അല്ല, അക്കാഡമിക്സ്? അതെനിക്കറിയില്ല, ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ബ്രിട്ടീഷ് വിദ്യാലയങ്ങളിൽ പോയുള്ള ശീലവുമില്ല, പരിചയവുമില്ല, അനുഭവവുമില്ല. പക്ഷേ ബ്രിട്ടൻ്റെ സംസ്കാരവും ബ്രിട്ടൻ്റെ ചരിത്രവും ബ്രിട്ടൻ്റെ ജീവിതവും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കുക തന്നെ വേണം. കാരണം എന്തായാലും ശരിയാണ്, ബ്രിട്ടനേക്കാൾ വളരെ നല്ല ഒരു പാരമ്പര്യമുള്ള ഒരു ജീവിത സമ്പ്രദായം ഇന്ത്യയിലുണ്ട്. ആ ജീവിത സമ്പ്രദായത്തെയും നമ്മുടെ മൂല്യങ്ങളെയും തൃണവൽഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ ഈ നിസാരമാക്കി തള്ളിക്കൊണ്ടുള്ള ഒരു സമ്പ്രദായം വരണമെങ്കിൽ അതിനെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിദ്യാലയങ്ങളിലൂടെ തുടങ്ങുന്നതുകൊണ്ടല്ല പ്രശ്നം, ആ വിദ്യാലയങ്ങളിലെ അക്കാഡമിക് കണ്ടൻറ്റ് എന്ത് എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ആ അക്കാഡമിക് കണ്ടൻറ്റിൽ നമുക്ക് സ്വാധീനമുണ്ടോ എന്നുള്ളതാണ്, നമുക്ക് നിയന്ത്രണം വേണം. നിയന്ത്രണമില്ലെങ്കിൽ അവർക്ക് തോന്നിയത് പഠിപ്പിക്കില്ലേ? അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എന്താ പഠിച്ചു വരുന്നത്? ഇന്ത്യ ട്രാഷാണ് ഇവിടുത്തെ ആശയങ്ങളെന്ന് അവരെ പഠിപ്പിക്കണമെങ്കിൽ അനുവദിക്കാൻ പറ്റുമോ? അത് അനുവദിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതവും നമ്മുടെ തത്വശാസ്ത്രവും നമ്മുടെ ചരിത്രവും നമ്മുടെ സാഹിത്യവും നമ്മുടെ സംസ്കാരവും ഇതൊക്കെ നമ്മുടെ മതം അടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ട്രാഷാണ്, യൂറോപ്പിൻ്റേതാണ് മഹത്വം എന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കണ്ടേ? അതുകൊണ്ട് ഈ വിദ്യാലയങ്ങൾ വരുന്നാൽ അവരവിടെ എന്ത് പഠിപ്പിക്കും എന്നുള്ള കാര്യവും ആ അക്കാഡമിക് കണ്ടൻറ്റിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവുകയും വേണം. ആര് വന്നാലും വിരോധമില്ല. ഇപ്പോൾ ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ചില ശാസ്ത്ര വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ യൂണിവേഴ്സാലിറ്റി കണ്ടേക്കാം, പക്ഷെ അതും ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ മറ്റു വിഷയങ്ങളിലോ, സാഹിത്യത്തിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ പോകുമ്പോഴെങ്ങനെയാണ്? ചരിത്രത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. അവർ മറ്റതാണ് മഹത്വം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലോ? അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടൻ്റെ ഈ രണ്ടാം വരവിന്
കരുതിയിരുന്ന് വേണം കാണാൻ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. മറ്റാരും പറയാത്ത വാർത്തകൾ ഞങ്ങൾ പറയുന്നുണ്ട്. ഉറപ്പായും ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ.